ചെയ്തത് വീട്ടിലിരുന്ന്? എല്ലാവരും പ്രാർത്ഥിച്ചോ? വീട്ടില് പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിച്ച് പഠിച്ച് നല്ല കുട്ടികളായിട്ടിരിക്കണം. ഇന്ന് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ്. എല്ലാവരും എഴുന്നേറ്റ് കൈകൂപ്പി പിടിക്കുക കേട്ടോ. ടീച്ചർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും ചൊല്ലണം. നിത്യരക്ഷകനായ ഈശോയെ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാനും ഞങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാക്കുവാനും അങ്ങ് സ്ഥാപിച്ച കൂദാശകൾ ഓരോന്നും മനസ്സിലാക്കുവാനും അവയുടെ സ്വീകരണം വഴി രക്ഷയുടെ പാതയിൽ ആയിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് കൂദാശയെ കുറിച്ചാണ് പഠിച്ചത്? രോഗീ ലേപനം എന്ന കൂദാശയെ കുറിച്ചാണല്ലേ നമുക്ക് പഠിച്ചത്. രോഗികളായവർക്കും ശാരീരികമായി ക്ഷീണം അനുഭവിക്കുന്നവർക്കും നൽകുന്ന കൂദാശയാണ് രോഗീ ലേപനം എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു കഥ കേട്ടാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ കഥ കേൾക്കാൻ? ഒരു കഥ പറഞ്ഞു തരാം കേട്ടോ. എല്ലാവരും നല്ല കുട്ടികളായിട്ടിരിക്കണം. ഒരിടത്ത് ജെറി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു കുട്ടിയായിരുന്നു ജെറി. ജെറീനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ജെറീനെ ഇഷ്ടത്തോടെ ജെറിമോൻ ജെറിമോൻ എന്ന് വിളിച്ചോണ്ടിരുന്നു. ജെറിമോന് ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. ഈ അപ്പൂപ്പനും ജെറിമോനും തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. അപ്പൂപ്പനാണ് ജെറിമോനെ കൂടെ കളിക്കുന്നത്, ജെറിമോൻ ആവശ്യമുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെ എല്ലാം ചെയ്തിരുന്നത് ജെറിമോന്റെ അപ്പൂപ്പനായിരുന്നു. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ജെറിമോന്റെ അപ്പൂപ്പന് അസുഖം ബാധിച്ചു. അസുഖം ബാധിച്ചു കഴിഞ്ഞ് അപ്പൂപ്പൻ കിടപ്പിലായി. അപ്പൊ ജെറിമോന് ഭയങ്കര സങ്കടമായി. ജെറിമോന് കഥ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, കൂടെ കളിക്കാൻ ആരുമില്ല. അപ്പൊ ജെറിമോന് ഭയങ്കര സങ്കടമായി. അതുപോലെ തന്നെ ജെറിമോന്റെ വീട്ടുകാർക്കും. അങ്ങനെ അപ്പൂപ്പൻ കുറച്ച് നാളിങ്ങനെ രോഗാവസ്ഥയിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ജെറിമോന്റെ അപ്പൂപ്പൻ ജെറിമോന്റെ പപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, പള്ളിയിൽ നിന്ന് വൈദികനെ വിളിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ജെറിമോന്റെ പപ്പ പോയി പള്ളിയിൽ നിന്ന് വൈദികനെ വിളിക്കാൻ വേണ്ടി പോയി. ആ സമയത്ത് ജെറിമോന്റെ അമ്മ എന്ത് ചെയ്തു? അപ്പൻ കിടന്നിരുന്ന റൂമൊക്കെ ക്ലീൻ ചെയ്ത് അപ്പനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവിടെ മേശയില് ഒരു വെള്ള തുണിയൊക്കെ വിരിച്ച് ഈശോയുടെ ക്രൂശിത രൂപമൊക്കെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ വൈദികൻ വന്നപ്പോൾ അവരുടെ അയൽക്കാരും കൂടി വന്ന് എല്ലാവരും കൂടി വൈദികനോടൊപ്പം ജെറിമോന്റെ അപ്പൂപ്പന് വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വൈദികൻ വന്ന് ജെറിമോന്റെ അപ്പൂപ്പന്റെ നെറ്റിയിലും കരങ്ങളിലും വിശുദ്ധ തൈലം പൂശുകയും അപ്പൂപ്പന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അപ്പൂപ്പന് രോഗസൗഖ്യമുണ്ടായി. എല്ലാവർക്കും സന്തോഷമായി. ജെറിമോന് സന്തോഷമായി. അവൻ പണ്ടത്തെ പോലെ അപ്പൂപ്പന്റെ അടുത്ത് കളിക്കാനും കഥകൾ കേൾക്കാനും ഒക്കെ പറ്റുന്ന കാര്യോർത്ത് ജെറിമോന് സന്തോഷമായി. രോഗീ ലേപനം എന്ന കൂദാശയിലൂടെയാണ് അപ്പൂപ്പൻ സൗഖ്യപ്പെട്ടത് അല്ലെ? അപ്പൂപ്പന് വൈദികൻ വന്ന് കൊടുത്ത കൂദാശ ഏതാണ്? രോഗീ ലേപനം. രോഗീ ലേപനം എന്ന കൂദാശ സ്വീകരിക്കുന്ന സമയത്ത് വൈദികൻ വരികയും വൈദികൻ വിശുദ്ധ തൈലം രോഗിയുടെ നെറ്റിയിലും കരങ്ങളിലും പൂശുകയും എല്ലാവരും രോഗിക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇതാണ് രോഗീ ലേപന ശുശ്രൂഷയിൽ നടക്കുന്ന കർമ്മം. ഇനി നമുക്ക് ഈശോ എങ്ങനെയാ രോഗികളെ സുഖപ്പെടുത്തിയെന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കഥ തന്നെയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഒരിക്കല് ഈശോ ജെറിക്കോ എന്ന പട്ടണത്തിലൂടെ നടന്നു പോവുമായിരുന്നു. ഈശോ പോണ കണ്ടപ്പോഴത്തേനും ആൾക്കാരെല്ലാം അവിടെ തടിച്ചുകൂടി. അപ്പോഴവിടെ വഴിയില് ഒരു അന്ധനായ യാചകനിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കാര്യമൊന്നും അറിയില്ല. എന്താണ് ഇത്രയും ബഹളം എന്ന കാര്യമൊന്നും ആൾക്കറിയത്തില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇത്രയും ബഹളം? അപ്പൊ അയാൾ പറഞ്ഞു, ഈശോ ഈ വഴിയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ നമ്മുടെ അന്ധനായ യാചകൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ യാചകനെ വഴക്കിട്ടു. ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് കണ്ടിട്ട് എല്ലാവരും അയാളെ ശകാരിച്ചു. എന്നാലും അയാൾ കൂടുതൽ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന്. അപ്പോൾ ആ വിളി ഈശോ കേട്ടു. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, അയാളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ശിഷ്യന്മാര് പോയി അന്ധനായ യാചകനെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ ഈശോ ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അയാൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അയാളുടെ ഏറ്റവും വലിയ കാര്യം എന്തായിരിക്കും? അത് തന്നെ അല്ലേ, അയാൾക്ക് കാഴ്ച ലഭിക്കണം. അപ്പോൾ അദ്ദേഹം ഈശോയോട് പറഞ്ഞു, കർത്താവെ, എനിക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈശോ അയാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിനക്ക് കാഴ്ച ലഭിക്കട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തൽക്ഷണം തന്നെ നമ്മുടെ അന്ധനായ യാചകന് കാഴ്ച കിട്ടുകയും അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തി ഈശോയുടെ പിന്നാലെ പോവുകയും ചെയ്തു. ഈശോ രോഗികളോട് പ്രത്യേക കരുണയും സ്നേഹവും കാണിച്ചിരുന്നു. രോഗികളുടെ രോഗം സൗഖ്യമാക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനുമായി അനേകം രോഗികളെ ഈശോയുടെ അടുക്കിലേക്ക് ആളുകൾ കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഈശോ രോഗസൗഖ്യത്തിനുള്ള പ്രത്യേക അധികാരം തന്റെ 12 അപ്പോസ്തലന്മാർക്കും നൽകിയിരുന്നു. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം അപ്പോസ്തലന്മാര് പലയിടങ്ങളിൽ പോയി ഈശോയുടെ നാമത്തില് തൈലം പൂശി രോഗികളെ സൗഖ്യപ്പെടുത്തുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു.
പാപം മോചിപ്പിക്കാനും രോഗസൗഖ്യത്തിനുമുള്ള അധികാരം ഈശോ അപ്പോസ്തലന്മാർക്ക് നൽകിയതിലൂടെ സഭയിൽ ഇന്നും നിലനിന്നു പോരുന്നു. ഈശോനെ പോലെ സഭയും രോഗികളോട് പ്രത്യേക കരുണയും സ്നേഹവും കാണിക്കുന്നു, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു, രോഗികളോട് കരുണ കാണിക്കുന്നു. ഇനി നമുക്ക് രോഗീലേപനത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് രോഗീലേപനം എന്ന കൂദാശ രോഗി സ്വീകരിക്കുന്നത് വഴി രോഗിക്ക് എന്തെല്ലാം മാനസികം ആധ്യാത്മികമായ ഫലങ്ങളാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും റെഡിയല്ലേ കേൾക്കാനായിട്ട്? മിസ് ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഒന്നാമത്, ഉദിതനായ യേശുവിനെ പറ്റി രോഗി അനുഭവിക്കുന്നു. രോഗീലേപനത്തില് രോഗി അസുഖം ബാധിച്ചു കിടക്കുകയാണെങ്കിലും രോഗീലേപനം എന്ന ശുശ്രൂഷ ലഭിക്കുന്നതിലൂടെ രോഗിക്ക് ഉദിതനായ യേശുവിനെ പറ്റിയും അതായത് യേശുവിന്റെ രോഗസൗഖ്യങ്ങളെ പറ്റിയുമുള്ള ഒരു ധാരണ പൂർണ്ണമായും ലഭിക്കുന്നു. രണ്ടാമതായി വരുന്നത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ചൈതന്യവും സ്വീകരിക്കുന്നു. രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കുന്നത് വഴി രോഗിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ചൈതന്യവും സ്വീകരിക്കുന്നു. അതുവഴി രോഗി മാനസികമായും ശാരീരികമായും സുഖം പ്രാപിക്കുന്നു. മൂന്നാമതായി, യേശുവിന്റെ പീഡാസഹനങ്ങളിൽ പങ്കുചേരുക വഴി ക്ലേശങ്ങൾ സഹിക്കാൻ ആവശ്യമായ കൃപ ലഭിക്കുന്നു. രോഗികൾക്ക് പല ടൈപ്പ് രോഗികളുണ്ടല്ലേ, ചിലപ്പോൾ അവർ ശാരീരികമായിട്ട് വളരെ അധികം വേദന അനുഭവിച്ചുകൊണ്ട് കിടക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കുന്നത് വഴി അവരുടെ വേദനകളെ യേശുവിന്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് അതുമായി താരതമ്യപ്പെടുത്തി സഹിക്കുവാനുള്ള ശക്തി രോഗീലേപനം എന്ന കൂദാശയിലൂടെ അവർക്ക് ലഭിക്കുന്നു. നാലാമതായി, പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ലഭിക്കുന്നു. രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും വളരെയധികം പ്രലോഭനങ്ങൾ അവരെ ചിലപ്പോൾ അലട്ടുന്നുണ്ടാവും. രോഗീലേപനം എന്ന കൂദാശ വഴി പ്രലോഭന സാഹചര്യങ്ങളെ എതിർത്ത് നിൽക്കുവാനുള്ള ശക്തിയും മനോധൈര്യവും അവർക്ക് ലഭിക്കുന്നു. അഞ്ചാമതായി, സമാധാനവും സമാശ്വാസവും ലഭിക്കുന്നു. രോഗികൾക്ക് ചിലപ്പോൾ സമാധാനമില്ലാതെ വളരെയധികം ക്ലേശങ്ങൾ അവർ മാനസികമായി അനുഭവിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ വൈദികൻ വന്ന് തൈലാഭിഷേകം ചെയ്യുകയും ദിവ്യകുർബാന സ്വീകരിക്കുകയും ചെയ്യുന്നതൊക്കെ വഴി അവർക്ക് മാനസികമായ സന്തോഷവും സമാധാനവും ലഭിക്കുന്നു. അതുപോലെ തന്നെ ആറാമതായി, രോഗങ്ങളിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നു. രോഗീലേപനം സ്വീകരിക്കുന്നത് വഴി അവര് രോഗങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുന്നു. അതുപോലെ ഏഴാമതായി, പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു. രോഗികള് അവരുടെ പൂർവ്വകാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് അനുസ്മരിക്കുകയും രോഗീലേപനം എന്ന കൂദാശ അവർ സ്വീകരിക്കുന്നത് വഴി പാപങ്ങളിൽ നിന്ന് മോചനവും അവർക്ക് പൂർണ്ണമായും ലഭിക്കുന്നു. അവസാനമായി, മരണാസന്നരായ രോഗിക്ക് ആവശ്യമായ ശക്തിയും പ്രത്യാശയും നൽകുന്നു. ഒരു രോഗി മരണത്തിന് കീഴ്പ്പെടാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കുന്നത് വഴി അയാൾക്ക് ആവശ്യമായ ശക്തിയും പ്രത്യാശയും മനോധൈര്യവും ലഭിക്കുന്നു. ഇതെല്ലാമാണ് രോഗീലേപനത്തിന്റെ ഫലങ്ങൾ. ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസിലേക്ക് കടക്കാം. ഉത്തരം കണ്ടെത്തുക. അപ്പൊ മിസ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കും, എല്ലാവരും ആൻസർ പറയണം കേട്ടോ. അതിനുശേഷം നിങ്ങൾ അത് നോട്ട്ബുക്കിൽ എഴുതി നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ജെറിയുടെ അപ്പൂപ്പൻ സുഖം പ്രാപിച്ചത്? എങ്ങനെയായിരുന്നു ജെറിയുടെ അപ്പൂപ്പൻ സുഖം പ്രാപിച്ചത്? ഒന്ന് എല്ലാവരും പറഞ്ഞേ. രോഗീലേപനം എന്ന ശുശ്രൂഷയിലൂടെയായിരുന്നു അല്ലേ. രോഗീലേപനം എന്ന ശുശ്രൂഷയിലൂടെയായിരുന്നു ജെറിയുടെ അപ്പൂപ്പൻ സുഖം പ്രാപിച്ചത്. എല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യേശുവിൽ നിന്ന് കാഴ്ച നേടിയ അന്ധൻ എന്ത് ചെയ്തു? യേശു സുഖപ്പെടുത്തിയ അന്ധൻ പിന്നീട് എന്താ ചെയ്തത്? ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിന്റെ പിന്നാലെ പോയി അല്ലെ. ആ കഥ വായിച്ചപ്പോൾ നിങ്ങൾ കേട്ടായിരുന്നു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, രോഗീലേപനം നടത്താനുള്ള അധികാരം യേശു ആർക്കാണ് നൽകിയത്? നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. യേശു ആർക്കാണ് രോഗീലേപനം നടത്താനുള്ള അധികാരം നൽകിയത്? തന്റെ 12 അപ്പോസ്തലന്മാരെ വിളിച്ചാണ് യേശു രോഗസൗഖ്യത്തിനുള്ള പ്രത്യേക അധികാരം നൽകിയത്. നാലാമത്തെ ചോദ്യം, രോഗീലേപനത്തിന്റെ ഫലങ്ങൾ എന്തെല്ലാമാണ്? അത് നമ്മളിപ്പോ പറഞ്ഞായിരുന്നു. 8 ഫലങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. അത് 8ഉം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. ഇനി അഞ്ചാമത്തെ ചോദ്യം, രോഗിയുടെ ശരീരത്തിൽ എവിടെയെല്ലാമാണ് വൈദികൻ വിശുദ്ധ തൈലം പൂശുന്നത്? എവിടെയെല്ലാമാണ്? നമ്മൾ ജെറിയുടെ കഥ കേട്ടപ്പോ നിങ്ങൾ ഓർക്കുന്നില്ലേ? ജെറിയുടെ അപ്പൂപ്പന്റെ എവിടെയെല്ലാമായിരുന്നു വൈദികൻ വന്നിട്ട് വിശുദ്ധ തൈലം പൂശിയത്? നെറ്റിയിലും കരങ്ങളിലുമാണല്ലേ. അപ്പോൾ രോഗിയുടെ നെറ്റിയിലും കരങ്ങളിലുമാണ് വൈദികൻ വിശുദ്ധ തൈലം പൂശുന്നത്. നമ്മള് ഇന്ന് കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. ഈശോ സുഖപ്പെടുത്തിയ അന്ധന്റെ കഥ കേട്ടു. അതുപോലെ ജെറിയുടെ അപ്പൂപ്പൻ രോഗീലേപനം എന്ന കൂദാശയിലൂടെ സൗഖ്യപ്പെട്ടത് കേട്ടു അല്ലെ. ഇതെല്ലാം കേട്ടു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? രോഗീലേപനത്തിന്റെ ഫലങ്ങള്, 8 ഫലങ്ങള്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം. അത് നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ നന്നായിട്ട് ഓർക്കുക. വീട്ടിലിരുന്ന് നന്നായി പഠിക്കണം കേട്ടോ. നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ എല്ലാവരും ചൊല്ലണം.
കരുണാവാനായ ഈശോയെ, അങ്ങ് രോഗികളോട് പ്രത്യേക കരുണയും സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിച്ചതുപോലെ രോഗികൾക്ക് അർഹമായ പരിഗണനയും പരിചരണവും നൽകുവാൻ അവരെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.